ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട്, പരമാവധി തഖ്വ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കണേ എന്ന് എന്നോടും ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പലവിധ കാഴ്ചകളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഞാനും നിങ്ങളും ഓരോ പ്രഭാതത്തെയും സ്വീകരിക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരവസ്ഥയിലാണെങ്കിൽ, നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം മറ്റു പല സംഗതികളുമാണ്. നമ്മുടെ ദേശത്ത് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപകടങ്ങളുടെ അവസ്ഥ പറയേണ്ടതില്ല. വാഹനാപകടങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരിക എന്നതാണ് ഇപ്പം നടക്കുന്ന ഒരു വിഷയം. അതേപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, അതിനേക്കാൾ അപ്പുറം വ്യത്യസ്തങ്ങളായ ചർച്ചകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ അതിൻ്റെ പേരിലുള്ള അക്രമങ്ങളും അനീതികളും എല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ സ്വൈര്യ ജീവിതമാണ് യഥാർത്ഥത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തോടുകൂടി സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത വല്ലാത്ത ഒരവസ്ഥാവിശേഷങ്ങളാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള തകർച്ചകളെയും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാവിധത്തിലുമുള്ള തകർച്ച, രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി തന്നെ തകർത്തെറിയുമാറുള്ള പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ ഏറ്റവും കൂടുതലായി വർദ്ധിച്ചു വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പരസ്പരമുള്ള ബന്ധങ്ങൾ, മാനുഷികമായ ബന്ധങ്ങൾ ഇന്ന് ഏറെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെയും പ്രശ്നങ്ങളാണ്. എൻ്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നമാണ്, എല്ലാവരുടെയും അയൽപ്പക്കത്ത് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ കൗടുംബികമായ അന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നു. ആർക്കും ആരോടും പ്രത്യേകമായ കടമയോ കടപ്പാടുകളോ ഇല്ലാത്ത വിധം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ്. ജീവിതാവസാനം വരെ വളരെ സന്തോഷത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും കഴിഞ്ഞുകൂടേണ്ട ഭാര്യ ഭർത്താക്കന്മാർ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി, വ്യക്തിപരമായ കാരണങ്ങളാകാം, മക്കളുടെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ച രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാത്തത് കൊണ്ടാകാം, ജോലി സംബന്ധമായ വിഷയങ്ങൾ കൊണ്ടാകാം,
ഈ നിമ്നോന്നതകൾ, ഏറ്റക്കുറച്ചിലുകൾ, കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ നമ്മുടെ പുറം ലോകത്തേക്ക് ചിന്തിക്കാതെ ഞാൻ എന്നെക്കുറിച്ചും നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും നമ്മുടെ ദേശത്തെക്കുറിച്ചും നമ്മുടെ വീടിനെക്കുറിച്ചുമൊക്കെ മാത്രം നമ്മളൊരു പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ, ഞാനിത് പ്രത്യേകമായി പറയാൻ, നമ്മുടെ ദേശത്ത് പോലും പലരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഞാനുമായി പങ്കുവെച്ച പല ആളുകളും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വെച്ചത്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നതാ കുടുംബത്തിൽ. സ്വന്തം സ്നേഹിച്ചും സ്വന്തം ഇഷ്ടപ്പെട്ടും ജീവിതാവസാനം വരെ കഴിഞ്ഞുകൂടേണ്ട ഇവർ അവരിലുണ്ടാകുന്ന ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളെല്ലാം ഊതി വീർപ്പിച്ചുകൊണ്ട് ജീവിതം ആകെ താറുമാറാക്കുകയും അത് മക്കളിലൂടെ അത് വലിയ ഒരു വ്യാപനമുണ്ടായി വലിയ ഒരു വ്രണമായി മാറി അങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് ഇത് എത്തിപ്പോകുന്നു എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഇതിൽ ബാധ്യതയില്ലേ? എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിൽ പ്രശ്നങ്ങളാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. പലരോടും പലരുടെ കുടുംബകാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മകനും ഞാനുമായി കുറെ കാലമായി ഇപ്പോൾ അത്ര ബന്ധമില്ല എന്ന് പറയുന്ന ഒരു രക്ഷിതാവിൻ്റെ ഒരു മാനസികമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ അറിയണം. എല്ലാവിധ കഷ്ടപ്പാടുകളും സഹിച്ച് പോറ്റി വളർത്തി വലുതാക്കി അവരങ്ങ് കല്യാണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ അത്ര കാലവും പോറ്റി വളർത്തിയിട്ടുള്ള സ്വന്തം മകൻ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വരുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് അതിൻ്റെ വിഷയം? നമ്മൾ പഠിക്കേണ്ടതല്ലേ? നമ്മൾ അറിയേണ്ടതല്ലേ? അങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ ഉൾപ്പെടെ മക്കളും മാതാപിതാക്കളും അതോടൊപ്പം കുടുംബത്തിലെ മെമ്പേഴ്സ്, കുടുംബം എന്ന് പറയുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള കുടുംബം ഇന്ന് യഥാർത്ഥത്തിൽ മക്കളോട് ചോദിച്ചാൽ അവർ കുടുംബം തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്നോ ബാപ്പയുടെ കുടുംബത്തെക്കുറിച്ചോ ഉമ്മയുടെ കുടുംബത്തെക്കുറിച്ചോ കൃത്യമായ ഒരു വിവരവും യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്കറിയില്ല. നമ്മൾ ആലോചിക്കേണ്ട ഒരു കേസാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നമ്മൾ രക്ഷിതാക്കൾ ഇതിൽ ഇടപെടേണ്ടതല്ലേ? എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ ബന്ധങ്ങളെക്കുറിച്ച് അറിയുന്നില്ല? പലതും നമ്മൾ അറിയുന്നത്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ പോലും നമ്മൾ അറിയുന്നത് ചിലപ്പോ സോഷ്യൽ മീഡിയ വഴിയാ. ചില മരണവാർത്തകൾ അറിയുന്നത് അങ്ങനെയാണ്, ചില രോഗവിവരങ്ങൾ അറിയുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി എന്നറിയുന്നതും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. ഞാനും നിങ്ങളും അതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ബന്ധങ്ങൾ ഇന്ന് കിട്ടാക്കനിയായി മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കുക എന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്ത് വിശ്വസിക്കുന്ന ഏതൊരു മുഅ്മിനിന്റെയും മുഅ്മിനത്തിന്റെയും ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുടുംബബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അവിടെ വിള്ളലുണ്ടാകാൻ പാടില്ല. പരസ്പരമുള്ള കടപ്പാടുകളും കടമകളും തിരിച്ചറിയേണ്ടതുണ്ട്. മക്കൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് മക്കളോടുമുള്ള കടമകൾ, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടുമുള്ള കടപ്പാടുകളെ കുറിച്ചൊക്കെ ആഴത്തിൽ അറിയാനും അത് മനസ്സിലാക്കുവാനുമുള്ള സന്ദർഭങ്ങൾ കിട്ടുമ്പോഴൊക്കെ നമ്മൾ അതിൽ പങ്കാളികളാകണം എന്നതാണ്. അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ഈ ബന്ധങ്ങളൊന്നും തകരാതെ സൂക്ഷിക്കാൻ നമ്മൾ ചേർത്തു പിടിക്കേണ്ടിടത്ത് ചേർത്തു പിടിക്കണം. നമ്മൾ തണലാവേണ്ടിടത്ത് നമ്മൾ തണലാകണം. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടത്തിൽ
ഒരു സഹായിയായി രംഗത്ത് വരാൻ ഏതൊരാൾക്കും കഴിയണം. അത് കുടുംബത്തിൽ മാത്രമല്ല, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, സമൂഹത്തിൽ ഒരു കണ്ണി എന്ന നിലയിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു പ്രയാസം, ഒരു പ്രശ്നം, ആ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങി വരാൻ ഒരു മാനുഷികമായ ഒരു പരിഗണനയിലൂടെ കടന്നു വരാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു ദിവസം കൂടിയാണ്. മെയ് മാസം 8-ാം തീയതി എന്ന് പറയുന്നത് ലോകം റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വാട്ട് ഈസ് ദി റെഡ് ക്രോസ്? എന്താണ് റെഡ് ക്രോസ് എന്നുപോലും അറിയാത്ത നമ്മുടെ ന്യൂ ജനറേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മാത്രം 1100ഓളം യൂണിറ്റുകളുള്ള ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ റെഡ് ക്രോസ് എന്ന് പറയുന്നത്. എന്താണ് റെഡ് ക്രോസ്? യുദ്ധം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലെ ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായി അടിയന്തരമായി ഇടപെടേണ്ട സമയത്ത് നമ്മുടെ പ്രദേശത്ത്, നമ്മുടെ ചുറ്റുപാടിൽ അത്തരത്തിലുള്ള കൊറോണ വന്നപ്പോ, അതുപോലെയുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അടിയന്തരമായും ഇടപെടേണ്ട അവസ്ഥകൾ, ഒരു യുദ്ധം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അത്തരം ഘട്ടത്തിൽ അകപ്പെടുന്ന ആളുകൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ, എല്ലാം മറന്നുകൊണ്ട്, നിറം നോക്കാതെ, യാതൊരു ലാഭേച്ഛയും ആഗ്രഹിക്കാതെ അത്തരം സന്ദർഭങ്ങളിൽ ആശ്വാസത്തിന്റെ കണികയുമായി ആശ്വാസം നൽകുന്ന ഒരു മാനുഷികമായ സംഘടനയുടെ പേരാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ആ റെഡ് ക്രോസിന്റെ ലോക ദിനം മെയ് 8-ാം തീയതിയാണ്. ഈ 8-ാം തീയതിയിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോ ചേർത്തുപിടിക്കലിന്റെ, ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ, പരസ്പര സഹായത്തിന്റെ, പരസ്പര സഹവർത്തിത്വത്തിന്റെ മേന്മകൾ എത്രമാത്രമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബന്ധങ്ങൾ തകരാതെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി പഠിപ്പിച്ചെടുത്ത് നമ്മൾക്ക് കാണാം. മസലുൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം, അവര് പരസ്പരം സ്നേഹിക്കുന്നിടത്ത്, അവര് പരസ്പരം കാരുണ്യത്തിന്റെ ചിറകുകൾ കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഉദാഹരണങ്ങളായി നിലനിൽക്കേണ്ടവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. മസലുൽ ജസദി, ഒറ്റ ശരീരം പോലെ, അവിടെ ജാതിയില്ല, നിറമില്ല, വർഗീയതയില്ല, വിഭാഗീയതയില്ല, ഏതു മതത്തിൽപ്പെട്ടവനാണെന്ന് നോക്കാതെ മസലുൽ ജസദി, ഒരൊറ്റ ശരീരം പോലെ. എന്താ ഒരു ശരീരം? നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ, നമ്മുടെ കൈ, അതിന്റെ വിരലിലെ ഏതെങ്കിലും ഒരു വിരലിന് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു വിരലിനു വേണ്ടി സായിറൽ ജസദി ബിസ്സഹർ, എല്ലാ ശരീരത്തിലെ അവയവങ്ങളും ഈ ഒരവയവത്തിനു വേണ്ടി ഉറക്കമൊഴിക്കുകയാണ്. അങ്ങനെ ഉറക്കമൊഴിക്കുന്നത് പോലെ, അതേപോലെ തന്നെ പനി ബാധിച്ചുകൊണ്ട് വൽഹുമ്മ, പ്രയാസപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഒരൊറ്റ അവയവത്തിനാണ് സംഭവിച്ചത്. എല്ലാ അവയവവും അതിനുവേണ്ടി വേദനിക്കുകയാണ്. അതുപോലെയാകണം വിശ്വാസികൾ. പ്രത്യേകിച്ച് വിശ്വാസികളുടെ ബാധ്യതയാണ്. നമ്മുടെ കൂട്ടത്തിലെ ഒരു കണ്ണി പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ ആ പ്രയാസം എല്ലാവർക്കും ഉണ്ടാകണം. ഒരു ദുരന്തത്തിൽ അകപ്പെട്ടുവെങ്കിൽ എല്ലാവരും കൂടി ആ ദുരന്തമുഖത്ത് വന്നു നിന്നുകൊണ്ട് സഹായിക്കാനും സഹകരിക്കാനും
സഹവർത്തിത്വത്തിന്റെ ഭാഗങ്ങളിലൂടെ നീങ്ങാനും സാധിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ. ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസി മറ്റു വിശ്വാസികൾക്ക് കൽ ബുനിയാനി, ഒരു ബിൽഡിംഗ് പോലെ, എടുപ്പ് പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. എങ്ങനെയാണ് നമ്മൾ ഒരു എടുപ്പുണ്ടാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ചുവര് കെട്ടുന്നത്? പരസ്പരം കൂട്ടിപ്പിടിച്ച് കൊളത്തി നിൽക്കുന്ന രീതിയിലല്ലേ നമ്മൾ കല്ലുവാകുന്നത്? ഒന്നിനോട് കൊളത്തിപ്പിടിച്ച് നിൽക്കണം, അല്ലെങ്കിൽ ആ കെട്ടിടം തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെയാകണമത്രേ ഒരു വിശ്വാസി. നമ്മൾ അങ്ങനെയാണോ? നമ്മൾക്ക് അല്ലസിറ, സ്വാർത്ഥത എന്ന് പറയുന്ന ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവത്തിന്റെ അടിമകളായി മാറിയോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്ന് മാത്രം സ്വന്തത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. സത്യവിശ്വാസി അങ്ങനെ ആവരുത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് രംഗത്തും കൂട്ടിപ്പിടിക്കേണ്ടിടത്ത് കൂട്ടിപ്പിടിക്കണം, ചേർത്തു പിടിക്കേണ്ടിടത്ത് ചേർത്തു പിടിക്കണം. ഒരു കൈത്തിരിയായി നിൽക്കേണ്ടിടത്ത് കൈത്തിരിയായി നിൽക്കാൻ വിശ്വാസി തീർച്ചയായും അവൻ മുന്നണിയിൽ ഉണ്ടാകണം, അവൻ മുൻനിരയിൽ ഉണ്ടാകണം. ഇതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മുടെ ബന്ധങ്ങൾ തകർത്ത് കളയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരവബോധം നമ്മൾക്കുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഒരു വിഷയം കേട്ടാൽ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പാടെ വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ട്. അതിൻ്റെ പുറവും അകവും പുറവും നോക്കാതെ, അതിനെ മുന്നും പിന്നും നോക്കാതെ ഒറ്റയടിക്ക് നമ്മൾ അത് കേട്ട മാത്രയിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പരസ്പരം സ്നേഹിച്ച് നിൽക്കുന്ന, പരസ്പരം അറിഞ്ഞും സഹകരിച്ചു നിൽക്കുന്ന ആളുകൾക്കിടയിൽ പോലും വിള്ളലുണ്ടാവുകയും അത് വലിയ പ്രത്യാഘാതം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട, വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടെന്താ? ഒരു വിഷയം ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചോ ഒക്കെ നമ്മൾ കേൾക്കുമ്പോ കൃത്യമായി അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് കൃത്യമായി അറിയാനും നമ്മൾ തയ്യാറാകണം. കേട്ട മാത്രയിൽ നമ്മൾ അത് വിശ്വസിച്ച് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കാരണം അതെല്ലാം സ്നേഹബന്ധത്തെ തകർത്ത് കളയും. ഇന്നലെ വരെയും നമ്മൾ കാത്തു സൂക്ഷിച്ച ആ ഒരു സ്നേഹബന്ധം തകർത്ത് കളയാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കുമെന്നതാ. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മെ ഉണർത്തുന്നത് ഇങ്ങനെയാ, വഇദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു. നിങ്ങൾ വളരെ വൃത്തികെട്ട മോശമായ ഒരു കാര്യം, ഒരു വ്യക്തിയെ കുറിച്ചാകട്ടെ ഒരു പ്രദേശത്തെ കുറിച്ചാകട്ടെ എങ്ങനെ കേട്ടാലും ശരി, അഅറദു അൻഹു, ഒറ്റയടിക്ക് നമ്മൾ അത് സ്വീകരിക്കുന്നതിന് പകരം അതിനെ അവഗണിച്ചു തള്ളണം എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനും സത്യത്തിന്റെ കൂടെ നിൽക്കാനും നമ്മൾക്ക് കഴിയണം. നമ്മളെ ഈ സത്യത്തിന്റെ പാതയിൽ നിന്നൊക്കെ വഴിതെറ്റിച്ച് ഏതോ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന സോഷ്യൽ മീഡിയകളുടെ പിന്നാലെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് നോക്കൂ. ആ വിഷയം അവതരിപ്പിക്കുന്ന മീഡിയകൾ, ചാനലുകളിൽ ചർച്ചകൾ, ഏത് ചർച്ചകളാണ് സത്യസന്ധമായി അവതരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മണിക്കൂറുകളോളം ചാനലുകൾക്ക് മുമ്പിലിരുന്ന് തിരിച്ചും മറിച്ചും ചാനലുകൾ കാണുന്ന നമ്മൾ അറിയണം, എന്റെ സമയമാണ്, എന്റെ വിലപ്പെട്ട സമയമാണ് ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സത്യത്തിന്റെ ഒരു കണിക കാണാൻ കഴിയുമോ നമ്മൾക്ക്? നിങ്ങളൊന്ന് ആത്യന്തികമായി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എവിടെയാണ് സത്യങ്ങൾ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കേൾക്കുമ്പോൾ കേട്ട മാത്രയിൽ നമ്മൾ അത് വിശ്വസിക്കുന്നതിന് പകരം അതിന്റെ നിജസ്ഥിതികൾ
കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷമേ നമ്മൾ അത് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുള്ളൂ. വീണ്ടും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവന്റെ നന്മയിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനിഹി, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത്. എത്ര കൃത്യമാണ്, എത്ര വ്യക്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊരു മുസ്ലിമാണോ, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം, ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യണം, നമ്മൾ ഇടപെടേണ്ടതെടുത്ത് നമ്മൾ ഇടപെടണം. ആവശ്യമില്ലാത്ത അനാവശ്യമായ വിഷയങ്ങളിൽ എന്തിനാണ് ഒരു വിശ്വാസി ഇടപെടുന്നത് എന്നതാണ് ഇസ്ലാം നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ, ഏറ്റവും ഉദാത്തമായ സ്വഭാവം എന്ന് പറയുന്നത് അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന് നമ്മൾ അറിയണം. ഇക്കാര്യമാണ് ഞാൻ ഓതി വെച്ച ആയത്ത് സൂചിപ്പിക്കുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾക്ക് വിവരമില്ലാത്ത അറിവില്ലാത്ത കാര്യങ്ങളിൽ ഒരു നിലക്കും നിങ്ങൾ നിലപാട് പറയരുത്, നിങ്ങൾ ഇടപെടരുത്. അത് വ്യക്തിയ, അത് കുടുംബത്തിലാകട്ടെ, അത് കമ്മിറ്റിയിലാകട്ടെ, അത് സമൂഹത്തിലാകട്ടെ, നമ്മൾ എവിടെ ഇടപെടുന്നുവോ അവിടങ്ങളിൽ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിനക്ക് വിവരമില്ലാത്ത, നിനക്ക് അറിവില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടരുത്. എന്തുകൊണ്ട്? ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ, കാത്, കണ്ണ്, നമ്മുടെ കൽബ്, ഹൃദയം, ഇതെല്ലാം കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്നതാണ്. ഇതുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി നമ്മൾക്ക് ഒരു താല്പര്യവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി 1, 2, 3 പരലോകത്ത് രക്ഷപ്പെടണം, സ്വർഗം കിട്ടണം, അതിനുള്ള വഴി തേടണം. അതാണല്ലോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറയുന്നത്, അനാവശ്യമായി ഇടപെടരുത്, അനാവശ്യ വിഷയങ്ങളിൽ കൈകടത്തരുത്, അനർഹമായ വിഷയങ്ങളിൽ നീ ഇടപെടണ്ട. കാരണം കേട്ടതും കണ്ടതും ഹൃദയം, ഇതെല്ലാം നാളെ അല്ലാഹു കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഒറ്റൊന്നുകൂടി അനുബന്ധമായി ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മതിയായിട്ടുണ്ട് കദിബൻ, കള്ളനാവുക എന്നത്. കള്ളൻ എന്ന് പറഞ്ഞാൽ മന്യന്റെ മുതല് കക്കല് മാത്രമല്ല, കളവ് പറയുന്നവൻ കള്ളനാണ്, കളവ് പറയുന്നവൻ കള്ളനാണ്. അവനെ നാളെ രേഖപ്പെടുത്തുന്നത്, കളവ് പറയുന്നവനെ അള്ളാഹുവിന്റെ രേഖയിൽ രേഖപ്പെടുത്തുന്നത് കദ്ദാബ് എന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബാ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കളവ് പറയുക എന്നത് അയ്യുഹ്ദിസ കുല്ലു മാ സമിയ, കേട്ടതെല്ലാം വിളമ്പുന്ന, കേട്ടതെല്ലാം കേട്ട പാതി കേൾക്കാത്ത പാതി അതങ്ങ് വിശദീകരിച്ച് അതങ്ങ് വിളമ്പി ഒരു നോട്ടീസ് അടിച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ച് നടക്കുന്ന നമ്മൾ അറിയണം, ഇതിൽ സത്യമുണ്ടോ, ഇതിൽ സത്യമുണ്ടോ, ഞാൻ സത്യത്തിന്റെ കണികയെങ്കിലും ഇതിലുണ്ടോ എന്നൊക്കെ കൃത്യമായി അളന്ന് തൂക്കി ബോധ്യപ്പെട്ടതിന്റെ ശേഷമേ ഇടപെടാവൂ, അല്ലെങ്കിൽ സ്വർഗം നഷ്ടപ്പെടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വാനു വൽ അഖ്വാത്ത്
ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, ഒരു ഫാസിക്കായ മനുഷ്യൻ സമൂഹത്തിൽ മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരാൾ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ ഖുർആൻ പറയുന്നത് ഫതബയ്യനു, നിങ്ങളത് വിശകലനം ചെയ്യണം എന്നതാണ്. ഏത് കാര്യവുമാട്ടെ, ഏത് കാര്യമായാൽ അങ്ങനെ ഒരു വാർത്ത, ഒരു വിവരം നമ്മുടെ സമക്ഷത്തിങ്കലെത്തിയാൽ ഫതബയ്യനു എന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾ ആ വിഷയം കൃത്യമായി പഠിക്കണം, കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഖുർആൻ വീണ്ടും നമ്മളോട് പറഞ്ഞത് ഇജ്തനിബു, നിങ്ങൾ വെടിയണം, കസീറം മിനൽ ലന്ന്. ഇതാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. കുടുംബത്തിലൊക്കെ പ്രശ്നം ഇതാണ്, വില്ലൻ. നമ്മുടെ കുടുംബത്തിലെ ഐക്യം തകർക്കപ്പെടുന്ന, സ്നേഹം തകർക്കപ്പെടുന്ന വില്ലൻ ഊഹമാണ്. കൃത്യമായ വിവരമില്ലാതെ നമ്മുടെ ഒരു മനക്കണക്കിൻ്റെ അടിസ്ഥാനത്തിലോ ആലോചനയുടെ അടിസ്ഥാനത്തിലോ ഒക്കെ വിഷയങ്ങൾ പറയുക. നാവ് ഇത്തിരി വലിപ്പമുള്ള ആളുകൾക്ക് ചില കാര്യങ്ങൾ അങ്ങ് സമർത്ഥിക്കാൻ, ഇല്ലാത്ത കാര്യങ്ങൾ പോലും സമർത്ഥിക്കാൻ കഴിയുന്ന വീരന്മാർ. ഖുർആൻ അവരോട് പറയുന്നത് നമ്മളോട് പറയുന്നത് ഇജ്തനിബു, നിങ്ങൾ വെടിയണം, കസീറം മിനൽ ലന്ന്, ഊഹത്തിലെ ധാരാളവും നിങ്ങൾ വെടിഞ്ഞേ പറ്റൂ. കാരണം ഇന്ന ബഅ്ദൽ ലന്നി ഇസ്മുൻ, അധികവും ഊഹം തെറ്റുപറ്റും. കണക്ക് കൃത്യമല്ലല്ലോ, അത് ഊഹമാണല്ലോ. അതുകൊണ്ട് ഊഹത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു, നിശ്ചയം ഊഹം എന്ന് പറയുന്നത് ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തരി പോലും ഊഹത്തിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം, അല്ലന്ന, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, അത് കള്ളത്തരത്തിൻ്റെ ഏറ്റവും വലിയ കള്ളത്തരമാണത്. അതുകൊണ്ട് നിങ്ങൾ അത് വെടിയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും പ്രധാനമായ സംഗതികളാണ് ഈ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഏറ്റവും നല്ല ഒരു ജീവിതത്തിന് വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ഒക്കെ ഏറ്റവും നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനാവശ്യമായ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അടിവരയിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാവണം ഒരു വിശ്വാസി. നമ്മുടെ ഒരു ക്വാളിറ്റി ഉണ്ട്, വിശ്വാസികൾക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി വേണം. നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ആകാൻ പാടില്ല, കൂടെ കൂടികളായി ജീവിക്കേണ്ടവരല്ല വിശ്വാസികൾ. ഈമാനുള്ളവർ എന്ന് പറയുന്നത് നമ്മൾക്കൊരു വ്യതിരിക്തത വേണം, മറ്റുള്ളവരിൽ നിന്ന് ഒരു ക്വാളിറ്റി നമ്മൾക്ക് വേണം. ഇന്നവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാകും എന്ന് വരുന്നിടത്തേക്ക് നമ്മൾ സ്വയം മാറണം. നമ്മൾ മാറിയെങ്കിൽ അള്ളാഹു നമ്മെ മാറ്റും. ഇതാണതിൻ്റെ ഒരു കൃത്യത എന്ന് പറയുന്നത്. അങ്ങനെ സംശുദ്ധമായ ജീവിതം നയിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹു തആല അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് അതെല്ലാം നമുക്ക് വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നല്ലത് ചെയ്യാൻ, നന്മകളുടെ കൂടെ നിൽക്കാൻ, ചേർത്ത് പിടിക്കേണ്ടടുത്ത് ചേർത്ത് പിടിക്കാനും, സഹകരിക്കേണ്ടടുത്ത് സഹകരിക്കാനും, സഹായിക്കേണ്ടടുത്ത് സഹായിക്കാനും കഴിയുന്ന ഒരു നല്ല മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായി കിടക്കുന്ന അനവധി ആളുകൾ വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്, നമ്മുടെ ഈ പള്ളികളിലും വന്നിരിക്കുന്നുണ്ട്.
വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് മാനസികമായിട്ടൊക്കെ. അല്ലാഹു തആല അവരുടെ രോഗങ്ങൾക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട എത്രയോ ആളുകൾ പേരെടുത്തു പറയുന്നില്ല, ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമേകി അവൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളും പോകേണ്ടവരാണെന്ന ചിന്തയോടുകൂടിയാണ് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കേണ്ടത്. അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടുള്ള അള്ളാഹുവിലെ സന്നിധിയിലേക്ക് പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين. اللهم مقلب القلوب ثبت قلوبنا على دينك. اللهم مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.